അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അതിമനോഹരമായ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മൾ വീഡിയോയുടെ തുടക്ക ഭാഗങ്ങളൊക്കെ പിന്നീടായിരിക്കും വരുന്നത്. നമ്മളിപ്പം ഒരു സ്ഥലത്ത് വന്ന് താമസിച്ചു. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് kelgur എന്ന് പറഞ്ഞ സ്ഥലമാണ്. കർണാടകയിലാണ്. മംഗലാപുരത്തു നിന്ന് ഒരു 130 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള പശ്ചിമഘട്ടത്തിലെ ഒരു സ്ഥലമാണ് kelgur എന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ നമ്മൾ താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ബാക്കിൽ കാണുന്ന ഒരു ടീ എസ്റ്റേറ്റിലാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നത്. അത് നമ്മളിവിടെ കൊണ്ടുവന്നതൊക്കെ നമ്മളെ ബ്രോയെ കുറിച്ചൊക്കെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് നമുക്ക് രാത്രി ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, എടുക്കാനും പറ്റില്ല. നമ്മളിന്ന് അതുകൊണ്ടാണ് പകൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇതൊരു എസ്റ്റേറ്റ് ഹൗസ് ആണ്. ഓടല്ലേ ഇതാണ് നമ്മളിവിടെ കൊണ്ടുവന്ന ആൾ കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും 2 വാക്ക്. പഴയ ബംഗ്ലാവാണ് ഇത്. ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ബംഗ്ലാവാണ്. സോ അവര് കുറെ കാലം അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പൊ ഇത് ഹോം സ്റ്റേ ആയിട്ട് അവർ കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സറൗണ്ടഡ് ടീ എസ്റ്റേറ്റും കോഫിയാണ്. മെയിൻ ഫേമസ് ഇവിടുത്തെ കോഫിയാണ്. റോബസ്റ്റോ കോഫി 2005 ഇവര് വൺ ഓഫ് ദ ബെസ്റ്റ്, ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോഫി ഡീലേഴ്സ് അങ്ങനെയാണ്. പക്ഷെ പുതിയ കമ്പനീസ് ഒക്കെ വരുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ ഞങ്ങൾ 2 പേരും കൂടെ റൈഡ് ചെയ്ത് വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ റൈഡിൻ്റെ ഒക്കെ വിഷ്വൽ ലാസ്റ്റ് വരും. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാൻ വിചാരിച്ചു. അപ്പം ഞാൻ എന്താ ഈ ഒരു എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അതായത് ഞാൻ ഇന്നലെ പോയിട്ടില്ല ടീ ഫാക്ടറിയിൽ, അല്ലേ ടീ ഫാക്ടറിയിൽ നമ്മൾ പോകാനുള്ള പ്ലാനും കൂടെ ഉണ്ട് കേട്ടോ. ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇപ്പം ഞാൻ ഈ സ്ഥലത്തിൻ്റെ നമ്മൾ താമസിച്ച സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ കേട്ടോ ഒരു നല്ലൊരു ഗാർഡനിങ് ഏരിയ ആണ്. അതുപോലെ ഇവിടെ ടൂറായിട്ട് വരുന്നവർക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കാം കേട്ടോ. നമ്മളെ സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ അല്ലേ ആണ് നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് കണ്ടോ നല്ല വിശാലമായ സ്ഥലമാണ്. ഇത് നമ്മളെ പശ്ചിമഘട്ട മലയാണ് കേട്ടോ. പശ്ചിമഘട്ടയുടെ മലയുടെ താഴ്വാരത്ത് തന്നെയാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളി എസ്റ്റേറ്റ് ഏരിയ ആണ്. അപ്പോൾ നല്ല ഗാർഡനൊക്കെ കുറച്ചൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അക്കോമഡേഷനൊക്കെ ഇപ്പോഴാണ് കൊടുത്തു തുടങ്ങിയത്. പണ്ട് ഇത് കുറച്ചാൾ അടഞ്ഞു കിടന്ന ഒരു ബംഗ്ലാവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ വലിയൊരു വീടാണിത്. അപ്പോൾ നമ്മളിതുവരെ അങ്ങനത്തെ വീടുകളൊന്നും താമസിച്ചില്ല. നമുക്കിത് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ വന്ന റൂട്ടും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഒരു വലിയൊരു ഏരിയയിലാണ്. അപ്പുറത്താണ് ഫാക്ടറി ഉള്ളത് കേട്ടോ. ടീ ഫാക്ടറിയൊക്കെ അപ്പുറത്താണ്. അപ്പം ഇതൊരു വീടാണ് കേട്ടോ. ഇത് ഹോം സ്റ്റേ സെറ്റപ്പാണ്. അങ്ങോട്ടും ഫാക്ടറീസാണ്. നല്ല മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് നമുക്ക് തരും കേട്ടോ. ഇവിടെ സ്റ്റാഫുകളുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ വീടൊക്കെ നമ്മൾ താമസിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. പിന്നെ നമ്മളധികം ഒന്നും നമ്മളൊന്നും മീൻസ് ഞാൻ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പഴയ കൺസ്ട്രക്ഷനാണ് കേട്ടോ. മുകളിൽ ഓടാണ്. ഇവിടെയാണ് നമ്മളെ 2 വണ്ടിയും പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 വണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 2 വണ്ടി നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനും വേറെ കാര്യം കാണിച്ചു തരാം. ഇതിൻ്റെ ഈ വീടിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കിയോ. നല്ല രസമില്ല, നല്ലൊരു കാലാവസ്ഥ കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. ഒരു 16 ഡിഗ്രിയൊക്കെ 15-16 ഡിഗ്രിയൊക്കെയാണ് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ പഴയ ബ്രിട്ടീഷ് ബിൽഡ് ഹോമാണ് ഇത് കാണുന്നത്. ഇവിടെയൊക്കെ പിന്നെ കുറേ വാഴക്കൃഷിയും ഇവിടെ നനയ്ക്കാനുള്ള സെറ്റപ്പും മരവും തണലും അപ്പുറത്തെ ഫാക്ടറിയും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനു മുമ്പേ ഇനി നിങ്ങൾ എന്ത് ചെയ്യാറ്, നമ്മൾ വന്നപ്പം ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്തായിരുന്നു. ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടോ. അതിനുശേഷം നമുക്ക് ഈ വീടിൻ്റെ അകവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്തോ ചെക്കിങ് ഉണ്ടോ, നമ്പർ എഴുതി കൊടുക്കണം. അപ്പോൾ ചെക്ക് പോസ്റ്റ് നമുക്ക് ഇതുണ്ടോ ഒരു QR കോഡ് സ്കാനർ തന്നു. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഇത് അടുത്ത ചെക്ക് പോസ്റ്റ് കൊടുക്കണം കേട്ടോ. ഇതൊരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയാണ്. kelgur അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നവച്ചോ എൻ്റെ കഴിക്കണോ? ആ ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മംഗലാപുരത്ത് വന്നായിരുന്നു. മംഗലാപുരത്ത് വന്നിട്ട് നമ്മളെ
അവിടുന്ന് ഉടുപ്പി പോയി. അതിനുശേഷം നമ്മളെ ഗ്ലാഡിസം ബ്രോയുടെ അനിയനെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അനിയൻ. ഇദ്ദേഹം യോ പേരൊക്കെ പറഞ്ഞോ? എന്റെ പേര് ഗ്ലാഡ്സൺ. രണ്ട് ഒരേ പേരാണോ? അല്ല, അത് ഗ്ലാഡ്വിൻ. ഗ്ലാഡിസൺ അതെ അല്ലേ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകം എന്താ അറിയോ? റൈഡർ പ്ലസ് ഫാർമർ ആണല്ലേ. വെറൈറ്റി ആണ് കേട്ടോ. എന്തൊക്കെയാ പരിപാടി നമ്മളെല്ലാം കാണിക്കും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട്, ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കും. റബ്ബർ ടാപ്പിംഗ്, അടക്കയുണ്ട്, അതുപോലെ തന്നെ കോഴി, നാട് എല്ലാം ഉണ്ട്. അടിപൊളി. ചേട്ടനെ കാണാൻ നല്ല രീതിയിൽ സംസാരിക്കും. ചേട്ടൻ ഇച്ചിരി മടിയാണ് വീഡിയോയിൽ സംസാരിക്കാൻ. അനിയൻ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് ഇറങ്ങി ഇവിടെ നമുക്ക് ഒരു അടിപൊളി സൈറ്റൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്തൊരു റൈഡ് ഇറങ്ങി. പുള്ളിയാണെങ്കിൽ റൈഡിന് ഭയങ്കര ക്രേസ് ആട്ടോ. അത് ഞാൻ വണ്ടിയിൽ വന്നപ്പോൾ കുറച്ച് ദൂരം ഓടിച്ച് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വന്നപ്പോഴേ മനസ്സിലായി വണ്ടിയുടെ ആളാണ് അല്ലേ. അന്യായ റൈഡാണ് കേട്ടോ. വണ്ടിയെ കാണിച്ചാൽ ജസ്റ്റ് ഞങ്ങൾ രണ്ട് വണ്ടി ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ വണ്ടിയുണ്ട്, പുള്ളിയുടെ വണ്ടി ഇതാണ് കേട്ടോ. ഇതിപ്പോൾ എത്ര നാളെ എടുത്തിട്ട് ഡൊമിനോർ? ഒരു വർഷമല്ലേ. ഡൊമിനോർ 400 എത്ര കിലോമീറ്റർ ഓടി? 6500. ഒരു വർഷത്തിൽ 6500. ഇതിപ്പോൾ രണ്ടാമത് സർവീസ് കഴിഞ്ഞു. 5500 2 മാസത്തിൽ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എന്താ പറയുക? കുതിരമുക്ക് കണ്ടോ. കുതിരമുക്ക് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലം. നോക്കിയേ എന്നാ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, നൈസ് ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മൾ ഇതിലേ കൂടെയാണ് പോകേണ്ടത്. ഇനി ഒരു എത്ര കിലോമീറ്റർ ആണ്? ഏകദേശം 30 കിലോമീറ്റർ അടുത്ത ചെക്ക് പോസ്റ്റിലോട്ടല്ലേ. അതായത് നമ്മൾ വന്ന വഴിക്കുള്ള ഞാൻ 2-3 ഷോട്ട് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം. അതായത് നമ്മളിവിടെ വന്നപ്പം ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തായിരുന്നു. അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം കുറച്ച് ദൂരം ഓടി വന്നു. ഇനി നമ്മൾ 30 കിലോമീറ്റർ പോകണം. ഇത് ഫുൾ റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് വരുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിരുന്നത് കേട്ടോ. സമയം ലേറ്റായി പോയി ഞങ്ങൾ വന്നപ്പം. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ട് ഇന്ന് താമസിക്കും അല്ലേ. പിന്നെ നമുക്ക് വേറെ എന്തോ പറഞ്ഞായിരുന്നല്ലോ, ടീ എസ്റ്റേറ്റ് kelgur ടീ എസ്റ്റേറ്റിൽ നമ്മൾ പോയിട്ട് ചായ നമ്മൾ സ്റ്റേ ചെയ്യുന്നതും നമുക്ക് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ടീ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ kelagooരോട്ട് പോകുന്നത്. നൈസ് നെയിം അല്ലേ kelgur. അപ്പോൾ ഇവിടെ അധികം നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ബാഗ് എൻ്റെ ഇവിടെ ഇരിക്കുക. ബാഗും എടുത്തിട്ട് ക്യാമറ ബാഗ് ഇവിടെ വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ബാഗും എടുത്തിട്ട് നേരെ പോകാം. അതെ ഡൊമിനോർ ആൻഡ് ഹോണ്ട. Come on. നൈസ് ലൊക്കേഷൻ ആണല്ലോ. അടിപൊളി ലൊക്കേഷൻ ആണല്ലോ. എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല. അത് കോൺ മൈൻ. കോളിന്റെ അത് കട്ട് ചെയ്തോണ്ട്. കോൾ മൈൻ അല്ലേ. 92 സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഫോറസ്റ്റ് ആക്കിയത്. കോൾ മൈൻ കട്ട് ചെയ്തോണ്ടുന്ന സ്ഥലമാണ് കേട്ടോ. ആ കാണുന്നല്ലേ അപ്പുറത്ത്. അങ്ങോട്ടൊന്നും ഇപ്പൊ പോകാൻ പറ്റത്തില്ലല്ലോ. അലൗഡ് അല്ലല്ലോ. അലൗഡ് അല്ല. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഡംപ് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ. ഇപ്പൊ ഒന്നും അലൗഡ് അല്ല ഇവിടെ അല്ല അല്ലേ. നല്ല ഏരിയ ആണ് കേട്ടോ. അടിപൊളി ഏരിയ ആണ്. നമ്മൾ ബോർഡറിലെത്തി കേട്ടോ. അതായത് നമ്മൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ നേരത്തെ കൊടുത്തത് തിരിച്ചു കൊടുക്കും. അതിവിടെ കൊടുക്കണം അല്ലേ. ഞാൻ വരണോ? വേണ്ട. അപ്പം ഫോറസ്റ്റ് ഏരിയ നമ്മൾ ക്രോസ് ചെയ്യും. നൈസ്. നല്ല തണുപ്പുണ്ട്, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പാസ്സായി പോയി. നമ്മൾ കാട്ടിലൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തില്ലായിരുന്നോ? ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിൽ ചെയ്തായിരുന്നു. സെയിം തന്നെ. അവിടെ ഒരു പേപ്പറിൽ തരും, ഇവിടെ ഒരു പ്ലാസ്റ്റിക് തരും. അത്രയുള്ള വ്യത്യാസം. രണ്ടും കാട് തന്നെയാണ്. നമ്മളിപ്പോൾ രാത്രിയായി കേട്ടോ. നമ്മൾ സ്ഥലത്തെത്തി. പക്ഷേ ലൊക്കേഷൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മൊത്തം കാട് ഏരിയ ആണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം എന്ന് പറഞ്ഞാൽ 7 മണി. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കേട്ടോ ഇവിടെ വന്നത്. ഇന്നലെ രാത്രി വന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. നമ്മൾ ഇതിലെ കൂടെയാണ് നമ്മൾ കയറുന്നത്.
ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ ഒരു ഫീലാണ് കേട്ടോ. കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എന്തിനാ വന്നത്, ആ വയറിങ് തന്നെ നോക്കിയോ. ഇവിടെ കയറി ഉടനെ നമ്മൾ കാണുന്നത് ഒരു നല്ല അടിപൊളി ഒരു തടിയിൽ ചെയ്ത ഒരിതാണ്. പിന്നെ പഴയ കാലത്തെ രീതിയിലുള്ള കട്ടിൽ കേട്ടോ, വലിയ രാജാക്കന്മാരൊക്കെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ വൺ ഡേ കുബേരനാവാം. ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, നല്ല ചാരി ഇരിക്കാവുന്ന സെറ്റപ്പാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ കിട്ടും. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്, ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട്. ഇപ്പുറത്തെന്ന് വെച്ചാൽ നമുക്കിതാ ക്യാരംസ് ഒക്കെ കളിക്കുന്ന ക്യാരംസ് ഉണ്ട്, ടേബിൾ ടെന്നീസിൻ്റെ കോർട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകം കാണിച്ചു തരാം കേട്ടോ. വലിയൊരു ഹാളും കാര്യങ്ങളൊക്കെ, പഴയ ഒരു ലക്ഷറി ഹൗസാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ, ഇവിടെ റൂം കാണിച്ചു തരാം. ഇവിടുത്തെ റൂം എന്ന് പറയുന്നത് കണ്ടോ, വലിയ റൂമാണ്, വലുതും ഓൾഡസ്റ്റ് റൂമാണ്. നമ്മളെ ഇതും ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളും ഇത് കണ്ടോ, ഇത് എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ. ഇവിടെ തണുപ്പല്ലേ, തണുപ്പ് വരുന്ന സമയത്ത് തീയിട്ടിട്ട് നമുക്ക് ചൂട് കിട്ടും. ഞങ്ങൾ സ്റ്റേ ചെയ്തത് റൂം ഇതല്ല, അപ്പുറത്തെ റൂമാണ് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അതാണ് എൻ്റെ മെയിൻ റൂം. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഹാളാണ് കണ്ടോ, ഇവിടെ ഒരു ഹാളാണ്, വലിയൊരു ഹാളുണ്ടോ. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇവിടെ ഏതൊരു കന്നഡ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ബ്രോ വരൂ, എനിക്കിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ നമ്മളെ ലേറ്റസ്റ്റ് TV ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പ് വരുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം, അല്ലാത്ത സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന തണുപ്പേ ഉള്ളൂ. ഇതിൻ്റെ ആരായിരുന്നു ഓണർ എന്ന് പറഞ്ഞേ? ഇതിന്റെ ഇപ്പോഴത്തെ ഓണർ എവിടെയുള്ള ആൾ തന്നെയാണ്. പണ്ടത്തെ ഓണർ ഇവിടെയാണല്ലേ, ഇത് എൻ്റെ ഫൗണ്ടറാണ് കേട്ടോ. കണ്ടോ ഇവിടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ബ്രിട്ടീഷുകാരനല്ലേ? ബ്രിട്ടീഷുകാരനാണ്. അവർ വൈഫാണത്? അല്ലല്ലേ, അറിയത്തില്ല കറക്റ്റ് ആയിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മളെ റൂമും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടോ വിശാലമായ ഷോറൂമാണ്. അതുപോലെ ഉണ്ടോ മേളിൽ നിന്ന് നമുക്ക് സൺലൈറ്റ് നമുക്ക് റൂമിനകത്തോട്ട് കിട്ടും. നമുക്ക് ലൈറ്റിൻ്റെ യൂസ് കുറയ്ക്കാൻ വേണ്ടിയാണ്, പണ്ട് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം കേട്ടോ. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. കണ്ടോ തറ എന്ന് പറയുന്നത് ഇത് ഒരു തരം ടൈൽ തന്നെയാണ് കേട്ടോ. ഇത് ടൈല് ആണിത്, പഴയ രീതിയിലാണ്. ഇവിടെ ഒരു വലിയൊരു കട്ടിലിൻ്റെ ഒക്കെ രീതി തന്നെ വേറെയാണ്. കണ്ണാടിയും അലമാരയും ഒക്കെ ആയിട്ടുള്ള ഇവിടെ എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ എല്ലാ റൂമിലും നമുക്ക് ഇതുപോലെ എൻ്റെ ഹെൽമെറ്റൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ റൂമിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വീടിൻ്റെ റിവ്യൂ പോലെ അല്ലേ. ഇവിടെ നമുക്ക് ഇതും പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വയ്ക്കുന്ന സ്ഥലവും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോണ്ടോ വലിയൊരു ബാത്റൂമാണ് കണ്ടോ, വലിയ ഒരു റൂമിൻ്റെ അത്ര ഉണ്ട് ബാത്റൂം. എല്ലാം പഴയ സെറ്റപ്പാണ്, അതിനകത്ത് പുതിയ സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്തു. ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ, കുളിക്കാൻ ഹീറ്റർ കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു വലിയൊരു വീട്ടിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഇന്നും ഇവിടെ തന്നെ കാണും കേട്ടോ, കാരണം നാളെ പോകത്തുള്ളൂ. ഇന്നും ഇവിടെ നമ്മൾ സ്റ്റേ ആണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെന്താ പറയുക, ഇപ്പുറത്തോട്ട് വരുമ്പം ഇത് ഡൈനിങ് ഹാളാണ് കണ്ടോ, വലിയൊരു ഡൈനിങ് ഹാള്. അപ്പുറത്തായിട്ടാണ് ഇതിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് കുറേ പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനും. ഇതിലെ കൂടെ പോയാലും നമ്മളെ പഴയ സ്ഥലത്ത് തന്നെ എത്തും. അതായത് ടെന്നീസൊക്കെ കണ്ടില്ലേ, അവിടത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. പിന്നെ ഇപ്പുറത്തെ ഒരു ടോയ്ലറ്റ്. ഇനി ഒരു റൂമും കൂടി ഉണ്ട്, അപ്പുറത്തായിട്ട് വേറൊരു റൂമും കൂടി ഉണ്ട് കേട്ടോ. 3 റൂമാണ് നമ്മൾ കണ്ടത്. 3 റൂം എന്ന് പറയുന്ന ഒരു റൂം തന്നെ ഉണ്ടല്ലോ, അത്രയും വലിപ്പമുള്ള റൂമുകളാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു റൂമാണ് കേട്ടോ, ഇവിടെ വലിയ റൂം. അങ്ങനെ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു പഴയകാല ഓൾഡ് ലക്ഷറി ഹോമാണ് പഴയത് കേട്ടോ. ഇവിടെയും ടോയ്ലറ്റ്. പിന്നെ ഇവിടെ നമുക്ക് കിടന്ന് കുളിക്കുന്നതെന്ന് തോന്നുന്നത്, ഇത് കിടന്നല്ല, കുളിക്കാനുള്ള സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ദിവസം ഇവിടെ സ്റ്റേ എന്ന് പറയുന്നത്. രാത്രി ചിലപ്പോൾ പേടിയാവും. നമ്മൾ പേടിയാവും മീൻസ് ഇത്രയും വലിയ വീടായതുകൊണ്ടുള്ള പേടിയുള്ളൂ കേട്ടോ. നല്ല സൺലൈറ്റ് വെട്ടം വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തോട്ടൊക്കെ അതിൻ്റെ കിച്ചൺ ഏരിയ ആണ് കേട്ടോ, അവിടെ ഈ ഇരുട്ടാണ്. ഇപ്പുറത്ത് കിച്ചൺ ഏരിയാസാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകാം, നമുക്ക് ഇഷ്ടംപോലെ നടക്കാം. വീടിനകത്ത് തന്നെ ഇത്രയും സ്പേസ് ഉള്ള ഒരു വീടാണ്. നമ്മൾ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി കേട്ടോ. ഇതെന്ത് പോവാന്നൊരു പിടുത്തമില്ല, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോ. നമ്മൾ ആ വീടിന് ചുറ്റും ഉണ്ട് കേട്ടോ ഇത്. ഇനി നമ്മൾ അതിൻ്റെ വെളിയിലോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പുറത്ത് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ, ഇവിടെ പണി ചെയ്യുന്നവരൊക്കെ, അവരൊക്കെ ഇവിടെയാണ്, താമസിക്കുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇതിങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ ഇവർ കൊടുക്കും, അല്ലാത്തപ്പോൾ ഇവിടെ പണിക്കാരും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്.
ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഉണ്ടോ ഇവിടെയൊക്കെ നല്ല ഏരിയാസാണ്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ, വീടിൻ്റെ ബാക്ക് സൈഡാണിത്. എല്ലാം കൊണ്ടും കൊള്ളാം. ഇതേ ഒരു കർണാടക രജിസ്ട്രേഷൻ ഒരു A-സ്റ്റാർ വണ്ടി കിടപ്പുണ്ട്. പിന്നെ ചെറിയ കൃഷികളും കാര്യങ്ങളും ഒക്കെയാണ്. ഇനി നമ്മൾ അങ്ങോട്ടൊക്കെ പോകും കേട്ടോ. അപ്പുറത്ത് നമ്മൾ ഒരു ടീ എസ്റ്റേറ്റിലോട്ട് പോകാനാണ് ഇതിന് അടുത്തിറങ്ങുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇവരുടെ തന്നെ ടീ എസ്റ്റേറ്റ് ഉണ്ട്. ടീ എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവാണിത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത ടീ എസ്റ്റേറ്റിൽ പോയിട്ട് ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ചായ അല്ല തേയില ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു സപ്പോർട്ടൻ മരവും ബാക്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ബാക്ക് ഏരിയ. ഇവിടെ പിന്നെ ഇങ്ങോട്ടൊക്കെ കണ്ടോ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഫുള്ളി ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ എന്ന് വെച്ചാലുണ്ടല്ലോ ആ ഭാഗം ഫുൾ ഏക്കറാണ്. എത്ര ഏക്കറെന്ന് ഞാൻ നമ്മൾ ബ്രോഡ് എടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അത്രയും ഏക്കർ കണക്കിന് ടീ എസ്റ്റേറ്റ് ആണ് ഇവിടെ ഫുൾ കേട്ടോ. മെയിൻ ഏരിയ ആണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ പശ്ചിമഘട്ട മേഖലകളിലെല്ലാം ഇവിടെ പോയാലും നമുക്ക് ടീ എസ്റ്റേറ്റ് കാണാൻ പറ്റും. ഇതിലെ കൂടെ ആണെങ്കിൽ നമുക്ക് മേളോട്ട് കയറാൻ തോന്നുട്ടോ. വാട്ടർ ടാങ്ക് കാര്യങ്ങളും നല്ല രസമില്ലല്ലേ. നമ്മളല്ലേ ഇടുക്കിയിലുണ്ട് ഇതുപോലത്തെ ഒരു ആഷ്ലി ബംഗ്ലാവ് അല്ലേ, ആഷ്ലി ബംഗ്ലാവ്. അത് വേറൊരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ് കേട്ടോ. എന്തായാലും നമ്മളിവിടെ നിന്നു, തിരിച്ച് വന്നു. നല്ല ഒരു അറ്റ്മോസ്ഫിയർ. സമയം ഇപ്പോൾ എത്ര അറിയോ, കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ 11 മണിയായി. 11 മണിക്ക് തന്നെ എന്താ കാലാവസ്ഥ നോക്കിയേ, സൂപ്പർ കാലാവസ്ഥയാണ് 11 മണിക്ക് തന്നെ. നമ്മൾ ഇനി അടുത്ത പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പുറത്തായിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതേ കൂടെ പോകണമുണ്ടോ, അപ്പുറത്തെല്ലാം മലയാണ്. ഇതിലേ കൂടെ നമുക്ക് പോയിട്ട് അവിടെ ടീ എസ്റ്റേറ്റ് ഉണ്ട്, അവിടത്തേക്കാണ് ഞാൻ ഇനി അടുത്ത പോകാൻ പോകുന്നത് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും താമസവും. ബാക്കി നമ്മൾ ഇനി ഇവിടെ തന്നെ 2 ദിവസത്തേക്കുള്ള വീഡിയോസ് ഉണ്ട്. ഇനി നമ്മൾ ടീ എസ്റ്റേറ്റിൽ പോകുന്നതും ഒക്കെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും സംഭവം കളറായിട്ടുണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഇത് ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിലുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അതായത് മംഗലാപുരത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ട്രിപ്പൊക്കെ വന്നിട്ട് ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അതായത് സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി ശാന്തമായിട്ടൊരു 2 ദിവസമൊക്കെ ചിലവഴിക്കാം. എന്നുവെച്ചാൽ വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല, നമുക്ക് ഈ നേച്ചറൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇവിടെ നിൽക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് നമുക്ക് ഈ വീടും പരിസരമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ടീ ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് നാളെ കാണാം.